വെൽക്കം ടു ഫാറ്റ്നസ് ഫസ്റ്റ്. ഹാപ്പിനെസ് ഈസ് ഹോം മെയ്ഡ്. ഹലോ ഫ്രണ്ട്സ്, ഫാറ്റ്നസ് ഫസ്റ്റിൻ്റെ ഓണം ഡയറീസ് അടുത്ത വിഭവമായി വന്നിരിക്കുന്നത് ഓണസദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് കാളൻ. വീഡിയോയിലേക്ക് പോയാലോ? കാളൻ ആവശ്യമായിട്ട് പച്ചക്കായ, വെള്ളരിക്ക, ചേന ഇത് മൂന്നും ഞാൻ ഒരേ അളവിൽ ഒരേ സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ക്യൂബ് സൈസ് കണക്കാക്കിയാണ് കട്ട് ചെയ്യേണ്ടത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് നമുക്ക് എരിവിന് ആവശ്യമായിട്ട് കൂട്ടിയിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇവയൊക്കെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ പച്ചക്കായ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ തൊലി കളഞ്ഞ് വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ. അത് പറയാൻ മറന്നുപോയതാണ്. തൊലിയോടുകൂടെ ഈ കാളനിൽ പച്ചക്കായ ചേർക്കരുത്. മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് വേവിക്കാൻ ആവശ്യമായി മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. വേവിക്കുന്ന ഈ ടൈമിൽ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. കറി എത്രത്തോളം ആണ് ആവശ്യമെന്ന് കണക്കിന് നമുക്ക് തേങ്ങ എടുക്കാം, അരപ്പ് തയ്യാറാക്കാം. ഇവിടെ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി അത് കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കിത് അരച്ചെടുക്കാം. അരച്ചെടുക്കാൻ ആവശ്യമായി മാത്രം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അരപ്പിൻ്റെ ഒരു 1/4 ഭാഗം ആവുമ്പോൾ നമുക്കിതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 3-4 ടേബിൾ സ്പൂൺ നമുക്ക് തൈര് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് വീണ്ടും നല്ലവണ്ണം അരച്ചെടുക്കണം. നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇവിടെ കഷ്ണങ്ങളൊക്കെ കറക്റ്റ് വേവായിട്ടുണ്ട്. നമുക്കിനി ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ടൈമിലൊക്കെ നമ്മൾ കഷ്ണങ്ങൾ വേവിക്കുന്ന ഈ ടൈമിലൊക്കെ ഒരു ലോൻ്റെയും മീഡിയത്തിൻ്റെ ഇടയിലായിരിക്കണം. കൂടുതൽ ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്. ഇനി നമുക്കിത് ഒന്ന് മിക്സാക്കി എടുത്തിട്ട് നമുക്ക് ഇത് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഇനി ചെറുതായി തിള വരുമ്പോൾ നമുക്കിതിങ്ങനെ സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തിള വരുന്ന സമയത്ത് നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇതിലേക്ക് താളിച്ച് ചേർക്കാനുള്ള കടുകും വറ്റൽമുളകൊക്കെ റെഡിയാക്കിയെടുക്കാം. താളിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണോ 2 ടീസ്പൂണോ കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകമാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതൊക്കെ ഒന്ന് കാളനിലേക്ക് താളിച്ചൊഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്ത വീഡിയോസുമായി കാണുന്നത് വരെ ബൈ ബൈ.